ഇടുക്കി കുമളിയിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പ് ലൈനിലുണ്ടായ ചോർച്ചയെ തുടർന്ന് വീടിന്റെ അടുത്തറയ്ക്ക് ബലക്ഷയം സംഭവിച്ച ഒരു കുടുംബം ഭീഷണി. കൊല്ലം പട്ടട കുരിശുമലയിൽ താമസിക്കുന്ന മടത്തിപ്പറമ്പിൽ അനീഷ് ഷാജിയുടെ വീടാണ് അപകടാവസ്ഥയിലായത്. ഒരു മാസമായിട്ടും പൈപ്പ് ലൈനിൽ എവിടെയാണ് പൊട്ടലുണ്ടായത് എന്ന് കണ്ടെത്താൻ വാട്ടർ അതോറിറ്റിക്ക് സാധിച്ചിട്ടില്ല. തേക്കടി തടാകത്തിൽ നിന്ന് കുരിശുമലയിലെ 3.5 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കിലേക്ക് വെള്ളമെത്തിക്കുന്ന പ്രധാന പൈപ്പ് ലൈനിനാണ് ചോർച്ചയുണ്ടായത്. ഭൂമിക്കടിയിലൂടെ ശക്തമായി ഒഴുകിയെത്തുന്ന വെള്ളം വീട്ടിന്റെ അടിത്തറയിലേക്ക് പടർന്നതോടെ മണ്ണൊലിപ്പും കടുത്ത ഈർപ്പവും അനുഭവപ്പെടാൻ തുടങ്ങി. ടാങ്കിലേക്ക് വെള്ളം പമ്പ് ചെയ്യുമ്പോൾ വീടിനുള്ളിലേക്ക് വെള്ളം ഒഴുകിയെത്തും. 6ഓളം സ്ഥലങ്ങളിൽ കുഴിച്ചു നോക്കി, പക്ഷേ ഇതുവരെയായിട്ട് ആ ലീക്ക് എവിടുന്ന് വരുന്നതെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടിയിലേക്കായിരുന്നു മൊത്തത്തിൽ വെള്ളം കയറിക്കൊണ്ടിരുന്നത്. അപ്പം വീടിന് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തറയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. പഞ്ചായത്തിലും കേരള വാട്ടർ അതോറിറ്റിയിലും കുടുംബം പലതവണ പരാതി നൽകിയിരുന്നു. ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പൈപ്പ് ലൈനിന്റെ 3 ഇടങ്ങളിൽ കുഴിച്ച് പരിശോധന നടത്തിയെങ്കിലും ചോർച്ച എവിടെയാണെന്ന് കണ്ടെത്താനായില്ല. ആഴ്ചകളായി പ്രശ്നം പരിഹരിക്കപ്പെടാതെ നീണ്ടുപോകുന്നതോടെ കടുത്ത പ്രതിഷേധത്തിലാണ് കുടുംബം. ഇത് ചെറുതായിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇതിപ്പം ഇവിടെ അവർ കുത്തി തുറന്നപ്പോൾ കണ്ടോ, പെരയ്ക്കകത്തോടെ എല്ലാം വെള്ളം കയറി നമുക്ക് ഭയങ്കര നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി ഇപ്പം ഇവിടെ ഇവർ കുഴി കുത്തിയിട്ടില്ലേ, ഈ വാട്ടർ അതോറിറ്റിക്കാർ കുഴി കുത്തിയത് അവിടെ താന്നിട്ട് ഇനിയും എന്ത് സംഭവിക്കാം. അടിയന്തരമായി ചോർച്ച അടയ്ക്കാനും തങ്ങൾക്ക് സംഭവിച്ച നഷ്ടങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകാനും വാട്ടർ അതോറിറ്റി തയ്യാറാകണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. അതേസമയം മണ്ണുമാന്തി യന്ത്രമടക്കം ഉപയോഗിച്ച് ചോർച്ചയുള്ള ഭാഗം കണ്ടെത്തുന്നതിനുള്ള അറ്റകുറ്റപ്പണികൾ വാട്ടർ അതോറിറ്റി ഊർജിതമാക്കിയിട്ടുണ്ട്. ജനം, ഇടുക്കി.